ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീധരമേനോൻ്റെ കേരള ചരിത്രത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് കേരള ചരിത്ര സാമഗ്രികൾ എന്നുള്ളത്. അതിലിനി യവന രേഖകളെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. വിദേശ സഞ്ചാരികളുടെ വിവരണക്കുറിപ്പുകൾ കേരള ചരിത്രരചനയിൽ തദ്ദേശീയ രേഖകളുടെ കുറവ് നികത്തുന്നതായിരുന്നു. അതായത് വിദേശീയ സഞ്ചാരികളുടെ വിവരണക്കുറിപ്പുകളാണ് കേരള ചരിത്രത്തിനെ സഹായിച്ച ഒരു പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറഞ്ഞാൽ. പഴയ ഗ്രീസിലെയും റോമിലെയും എഴുത്തുകാരുടെ ചില വിവരണങ്ങൾ പ്രാചീന കേരളത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഇന്ത്യയിലെ ഗ്രീക്ക് അംബാസഡറായിരുന്ന മെഗസ്തനീസ് അന്നത്തെ ഭാരതത്തെക്കുറിച്ച് എഴുതിയ കുറിപ്പുകളിൽ കേരളത്തെക്കുറിച്ചും പറയുന്നുണ്ട്. പ്ലിനിയും ചെങ്കടലിലൂടെയുള്ള ഭൂപര്യടനം പെരിപ്ലസ് ഓഫ് എരിത്രിയൻസി എന്ന ഗ്രന്ഥത്തിൻ്റെ അജ്ഞാതകർത്താവും ടോളമിയും പ്രാചീന കേരളത്തിൻ്റെ രൂപരേഖ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഭൂമിശാസ്ത്രജ്ഞന്മാരാണ്. ഇവിടുത്തെ രാജാവിനെ കേരബോത്രാസ് എന്നും രാജ്യത്തെ ലുമിരിഗെ എന്നും ലിമുരിഗെ എന്നുമാണ് ഭൂപര്യടനക്കാരൻ പരാമർശിക്കുന്നത്. കേരബോത്രാസ് വസിക്കുന്ന രാജ്യമായ ലുമിരിഗയുടെ തലസ്ഥാനം കരൗര ആണെന്ന് ടോളമി പറയുന്നുണ്ട്. മുസ്രീസ്, തീണ്ടീസ്, ബറക്കെ തുടങ്ങിയ തുറമുഖങ്ങളിലൂടെ കേരളവുമായി നടത്തിപ്പോന്ന വിപുലമായ വാണിജ്യത്തെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഈ ലേഖകന്മാരെല്ലാം നൽകുന്നുണ്ട്. മുസ്ലിസിനടുത്ത് ഒരു അഗസ്റ്റസ് ദേവാലയം ഉണ്ടായിരുന്നതായും റോമൻ വാണിജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഒരു സ്ഥിരം റോമൻ സൈന്യത്തെ നഗരത്തിൽ താമസമുറപ്പിച്ചിരുന്നതായും ഒരു കൂട്ടം റോമൻ ഭൂപടങ്ങളുടെ തെളിവിൽ ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്യൂട്ടിൻഗേറിയൻ ടേബിൾസ് എന്നറിയപ്പെടുന്ന ഈ ഭൂപടങ്ങൾ AD 226 റോമിലെ ചുവർ ചിത്രങ്ങളിൽ നിന്ന് പകർത്തിയെടുത്തതാണ്. മുസ്രിസ്, തീണ്ടീസ്, ബറക്കെ തുടങ്ങിയ തുറമുഖങ്ങളിലൂടെ കേരളം റോമുമായി നടത്തിപ്പോന്ന വിപുലമായ വാണിജ്യത്തെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഈ ലേഖകന്മാരെല്ലാം നൽകുന്നുണ്ട്. മുസ്രിസിനടുത്ത് ഒരു അഗസ്റ്റസ് ദേവാലയം ഉണ്ടായിരുന്നതായും റോമൻ വാണിജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഒരു സ്ഥിരം റോമൻ സൈന്യത്തെ നഗരത്തിൽ താമസിപ്പിച്ചിരുന്നതായും ഒരു കൂട്ടം റോമൻ ഭൂപടങ്ങളുടെ തെളിവിൽ ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്യൂട്ടിൻഗേറിയൻ ടേബിൾസ് എന്നറിയപ്പെടുന്ന ഈ ഭൂപടങ്ങൾ AD 226 റോമിലെ ചുവർ ചിത്രത്തിൽ നിന്ന് പകർത്തിയെടുത്തതാണ്. പക്ഷേ ഈ തെളിവിൻ്റെ വിശ്വാസ്യതയെ പല ഗ്രന്ഥകാരന്മാരും നിഷേധിക്കുന്നുണ്ട്. ടോളമി കഴിഞ്ഞ കേരളത്തെക്കുറിച്ചുള്ള പ്രാമാണികനായിട്ടുള്ള ലേഖകനാണ് ആര്? ബൈസാനിയൻ പുരോഹിതനായ കോസ്മോസ് ഇൻഡിഗോ പ്ലേസ്തോസ്. അദ്ദേഹത്തിൻ്റെ ഭാരതീയ ക്രിസ്തുമത വിവരണങ്ങൾ ടോപ്പോഗ്രാഫിയ ഇൻഡിക്ക ക്രിസ്ത്യാന എന്ന ഗ്രന്ഥം കൊല്ലത്തെക്കുറിച്ചുള്ള ഏറ്റവും പഴക്കം ചെന്ന പരാമർശവും കേരളത്തിലെ ക്രിസ്തുമതത്തെക്കുറിച്ചുള്ള അസന്നിഗ്ധമായ ആദ്യത്തെ തെളിവുകളും ഉൾക്കൊള്ളുന്നതാണ്. വിദേശ സഞ്ചാരികളുടെ വിവരണക്കുറിപ്പുകൾ കേരള ചരിത്രരചനയെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പഴയ ഗ്രീസിലെയും റോമിലെയും എഴുത്തുകാരുടെ ചില വിവരണങ്ങൾ പ്രാചീന കേരളത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഇന്ത്യയിലെ ഗ്രീക്ക് അംബാസഡറായിരുന്ന മെഗസ്തനീസ് അന്നത്തെ ഭാരതത്തെക്കുറിച്ച് എഴുതിയ കുറിപ്പുകളിൽ കേരളത്തെക്കുറിച്ച് പറയുന്നു. പ്ലിനിയും ചെങ്കടലിലൂടെയുള്ള ഭൂപര്യടനം എന്ന ഗ്രന്ഥത്തിൻ്റെ അജ്ഞാതകർത്താവും ടോളമിയും പ്രാചീന കേരളത്തിൻ്റെ രൂപരേഖ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഭൂമിശാസ്ത്രജ്ഞന്മാരാണ്. ഇവിടുത്തെ രാജാവിനെ കേരബോത്രാസ് എന്നും രാജ്യത്തെ ലിമുരിഗ എന്നുമാണ് ഭൂപര്യടനക്കാരൻ പരാമർശിക്കുന്നത്. കേരബോത്രാസ് വസിച്ചിരുന്ന രാജ്യമായ ലുമിരിഗയുടെ തലസ്ഥാനം കരൗര ആണെന്ന് ടോളമി പറയുന്നുണ്ട്. മുസ്രീസ്, തീണ്ടീസ്, ബറക്കെ തുടങ്ങിയ തുറമുഖങ്ങളിലൂടെ കേരളം റോമുമായി നടത്തിപ്പോന്ന വിപുലമായ വാണിജ്യത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ലേഖകന്മാരെല്ലാം നൽകുന്നുണ്ട്. അപ്പോൾ മുസ്ലിസിനടുത്ത് ഒരു അഗസ്റ്റസ് ദേവാലയം ഉണ്ടായിരുന്നതായും റോമൻ വാണിജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഒരു സ്ഥിരം റോമൻ സൈന്യത്തെ നഗരത്തിൽ താമസിപ്പിച്ചിരുന്നതായും ഒരു കൂട്ടം റോമൻ ഭൂപടങ്ങളുടെ തെളിവിൽ ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്യൂട്ടിൻഗേറിയൻ ടേബിൾസ് എന്നറിയപ്പെടുന്ന ഈ ഭൂപടങ്ങൾ AD 226 റോമിലെ ചുവർ ചിത്രങ്ങളിൽ നിന്ന് പകർത്തിയെടുത്തതാണ്. പക്ഷേ ഈ തെളിവിൻ്റെ വിശ്വാസ്യതയെ പല ഗ്രന്ഥകാരന്മാരും നിഷേധിക്കുന്നുണ്ട്. ടോളമി കഴിഞ്ഞാൽ കേരളത്തെക്കുറിച്ച് എഴുതിയ പ്രാമാണികനായ ലേഖകനാണ് ബൈസാനിയൻ പുരോഹിതനായ കോസ്മോസ് ഇൻഡിഗോ പ്ലേസ്തോസ്. അദ്ദേഹത്തിൻ്റെ ഭാരതീയ ക്രിസ്തുമത വിവരണങ്ങൾ എന്ന ഗ്രന്ഥം കൊല്ലത്തെക്കുറിച്ചുള്ള ഏറ്റവും പഴക്കം ചെന്ന പരാമർശവും കേരളത്തിലെ ക്രിസ്തുമതത്തെക്കുറിച്ചുള്ള അസന്നിഗ്ധമായ ആദ്യത്തെ തെളിവും ഉൾക്കൊള്ളുന്നതാണ്. ഇനി നമുക്ക് ചൈനീസ് വിവരണങ്ങളെക്കുറിച്ചാണ് നോക്കാനുള്ളത്. ചൈനീസ് വിവരണങ്ങളിലും
പ്രാചീന കേരളത്തെക്കുറിച്ചുള്ള ചരിത്ര വസ്തുതകൾ നമുക്ക് കാണാൻ പറ്റും. AD 7-ാം ശതകത്തിൽ ഭാരതം സന്ദർശിച്ച ഹുയാൻസാങ് കേരളത്തിലും വന്നിരുന്നതായി ചില ഗ്രന്ഥകാരന്മാർക്ക് അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായത്തിന് സ്വീകാര്യത കുറവാണ്. ഇദ്ദേഹം കാഞ്ചീപുരം വരെ മാത്രമേ വന്നിട്ടുള്ളൂ എന്നും കേരളം സന്ദർശിക്കാതെ തിരികെ പോവുകയാണ് ഉണ്ടായതെന്നും ഇപ്പോൾ പൊതുവെ അംഗീകരിക്കപ്പെടുന്നുണ്ട്. വാങ്തുവായ എന്ന ചീന കച്ചവടക്കാരൻ 1330-നും 1349-നും ഇടയ്ക്ക് ഒട്ടേറെ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയും താവോ ഈ ചിലി എന്ന പേരിൽ ഒരു ഗ്രന്ഥം എഴുതുകയും ചെയ്തു. അതായത് ദ്വീപുകളിലെ അപരിഷ്കൃത ജനങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് ഈ ഒരു ഗ്രന്ഥത്തിലുള്ളത്. അതിൽ കേരള തീരത്തുള്ള കായംകുളം, ഏഴിമല, കോഴിക്കോട് എന്നീ സ്ഥലങ്ങളെക്കുറിച്ചുള്ള ദൃക്സാക്ഷി വിവരണങ്ങളുണ്ട്. 15-ാം ശതകത്തിൽ മാഹ്വാൻ എന്ന ചീനക്കാരനായ മുസ്ലിം സഞ്ചാരിയും കേരളത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കൊച്ചിയെയും കോഴിക്കോടിനെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ ശ്രദ്ധാർഹമാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും കച്ചവടക്കാർ എത്തിച്ചേരാറുണ്ടായിരുന്ന ഒരു വലിയ വാണിജ്യ കേന്ദ്രമായിരുന്നു മാഹ്വാന്റെ സന്ദർശന കാലത്ത് കോഴിക്കോട്. അവിടുത്തെ തുറമുഖത്തെയും നഗരത്തെയും അദ്ദേഹം രസകരമായി വിവരിക്കുന്നുണ്ട്. കൊച്ചിയെക്കുറിച്ച് ആദ്യമായി എഴുതിയ വിദേശ ലേഖകൻ മാഹ്വാനാണ്. അദ്ദേഹം കൊച്ചിയിലെ തുറമുഖത്തെയും രാജാവിനെയും ജനങ്ങളെയും കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചൈനീസ് വിവരണങ്ങൾ നോക്കുമ്പോൾ AD 7-ാം ശതകത്തിൽ ഭാരതം സന്ദർശിച്ച ഹുയാൻസാങ് കേരളത്തിലും വന്നിരുന്നു എന്ന് ചില ഗ്രന്ഥകാരന്മാർ പറയുന്നുണ്ടെങ്കിലും ഇദ്ദേഹം കാഞ്ചീപുരം വരെ മാത്രമേ എത്തിയിരുന്നുള്ളൂ എന്നും കേരളം സന്ദർശിക്കാതെ തിരിച്ചുപോയെന്നുള്ള അഭിപ്രായമാണ് നിലനിൽക്കുന്നത്. വാങ്തുവായ എന്ന ചീന കച്ചവടക്കാരൻ 1330-നും 1349-നും ഇടയ്ക്ക് ഒട്ടേറെ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയും താവോ ഈ ചിലി എന്ന പേരിൽ ഒരു ഗ്രന്ഥം എഴുതുകയും ചെയ്യുന്നുണ്ട്. അതായത് ദ്വീപുകളിലെ അപരിഷ്കൃത ജനങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് അതിൽ പറയുന്നത്. അതിൽ കേരള തീരത്തുള്ള കായംകുളം, ഏഴിമല, കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളെക്കുറിച്ചുള്ള ദൃക്സാക്ഷി വിവരങ്ങളുണ്ട്. 15-ാം ശതകത്തിൽ മാഹ്വാൻ എന്ന ചീനക്കാരനായ മുസ്ലിം സഞ്ചാരിയും കേരളത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കൊച്ചിയെയും കോഴിക്കോടിനെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ ശ്രദ്ധാർഹമാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും കച്ചവടക്കാർ എത്തിച്ചേരാറുണ്ടായിരുന്ന ഒരു വലിയ വാണിജ്യ കേന്ദ്രമായിരുന്നു മാഹ്വാന്റെ സന്ദർശനകാലത്ത് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ. അവിടുത്തെ തുറമുഖത്തെയും നഗരത്തെയും അദ്ദേഹം രസകരമായിട്ട് വിവരിക്കുന്നുണ്ട്. കൊച്ചിയെക്കുറിച്ച് ആദ്യമായി എഴുതിയ വിദേശ ലേഖകൻ മാഹ്വാനാണ്. അദ്ദേഹം കൊച്ചിയിലെ തുറമുഖത്തെയും രാജാവിനെയും ജനങ്ങളെയും കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. ഇനി നമുക്ക് അറബികളുടെ വിവരണങ്ങളാണ് നോക്കാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.